ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ബയ ഹമാരി ചിടിയ റാണി എന്ന പോയം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റൻ ആൻസേഴ്സ് ആൻഡ് ആക്ടിവിറ്റീസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റൻ ആണ്, തിൻകെ ലാക്കർ മെഹൽ ബനാത്തി ഘോസ്ലെ കോ മെഹൽ ക്യൂ കഹാ ഗയാ ഹെ. അപ്പോൾ വൈക്കോലൊക്കെ കൊണ്ടുവന്നിട്ട് തൻ്റെ കൊട്ടാരം ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഘോസ്ല എന്ന് വെച്ചാൽ എന്താണ്? പക്ഷിക്കൂട്. ഘോസ്ല എന്ന് വെച്ചാൽ നെസ്റ്റ് അഥവാ പക്ഷിക്കൂട്. ഈ പക്ഷിക്കൂടിനെ എന്തിനാണ് കൊട്ടാരം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ എഴുതുക? ഘോസ്ല ബയാ ചിടിയാക ഘർ ഹോത്താ ഹെ. പക്ഷിയുടെ വീടാണ് ഈ കൂടല്ലേ. ഈ പക്ഷിക്കൂട് നമ്മുടെ ആറ്റക്കുരുവിയുടെ അല്ലെ വീവർ ബേർഡിൻ്റെ വീടാണ് ഈ പക്ഷിക്കൂട്. ജിസെ വ തിൻകെ ലാക്കർ ബഹത് മെഹനത് സെ ബനാത്തി ഹെ. അത് വൈക്കോല് ശേഖരിച്ച് വളരെ പ്രയത്നിച്ചിട്ടാണ് ഈ പക്ഷിക്കൂട് നിർമ്മിക്കുന്നതല്ലേ. കവി ने उसकी मेहनत और कला की प्रशंसा करते हुए घोंसले को महल कहा है. കവി ഉസ്കി മെഹനത്ത്, ആരുടെ? ഈ ആറ്റക്കുരുവിയുടെ കഠിനാധ്വാനത്തെയും കലയെയും പ്രശംസിച്ചുകൊണ്ട് ആണ് ഈ പക്ഷിക്കൂടിനെ കൊട്ടാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്യോങ്കി വഹ് ഉസെ ബഹുത് സുന്ദർ ഓർ സുരക്ഷിത് ബനാത്തെ ഹെ. കാരണം ഈ ആറ്റക്കുരുവി അതിനെ വളരെ ഭംഗിയുള്ളതും മനോഹരവും സുരക്ഷിതവുമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ജൈസെ ഏക് മെഹൽ ഹോത്താ ഹെ. എങ്ങനെയാണോ ഒരു കൊട്ടാരം ഉണ്ടാകുന്നത്, ഈ ആറ്റക്കുരുവി അതുപോലെ തന്നെ തൻ്റെ പക്ഷിക്കൂടും മനോഹരവും സുരക്ഷിതവുമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഘോസ്ല ഈ പക്ഷിക്കൂടിനെ കൊട്ടാരം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, बया के बच्चों की निगरानी हम बारी बारी से करेंगे, इसका तात्पर्य क्या है? അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ആറ്റക്കുരുവിയുടെ മക്കളെ ഓരോരുത്തരായി ഞങ്ങൾ പരിപാലിക്കാം എന്ന് കുട്ടികൾ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? इसका तात्पर्य ये है कि कवि और उसके साथी बया के बच्चों की देखभाल करेंगे. ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ബയയുടെ കുഞ്ഞുങ്ങൾ വളർന്ന് പറക്കാനുള്ള പ്രായമാകുന്നത് വരെ കവിയും കുട്ടികളും കൂടെ അവരെ പരിപാലിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് इसका तात्पर्य ये है कि कवि और उसके साथी बया के बच्चों की देखभाल करेंगे जब तक वे बड़े होकर उड़ने लायक नहीं हो जाते. ബയയുടെ കുഞ്ഞുങ്ങൾ വളർന്ന് പറക്കാനുള്ള പ്രായമാകുന്നവരെ കുട്ടികൾ അവരെ പരിപാലിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. वे एक एक करके उसकी जिम्मेदारी लेंगे ताकि बया को किसी प्रकार की चिंता न हो. ബയ ഒന്നിലും വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആറ്റക്കുരുവി ഒന്നിലും വിഷമിക്കാതിരിക്കാൻ വേണ്ടി അവർ ഓരോരുത്തരായി ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഞാനിതിൻ്റെ മീനിങ് പറഞ്ഞുതരാം. इसका तात्पर्य ये है कि कवि और उसके साथी बया के बच्चों की देखभाल करेंगे जब तक वे बड़े होकर उड़ने लायक नहीं हो जाते. ബയയുടെ കുഞ്ഞുങ്ങൾ പറക്കാനുള്ള പ്രായമാകുന്നത് വരെ കവിയും, അതായത് കവി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഈ കുട്ടികളാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ അവരെ പരിപാലിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആറ്റക്കുരുവി ഒന്നിലും വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. വേ ഏക് ഏക് കർക്കെ ഉസ്കി ജിമ്മേദാരി ലേങ്കെ താക്കി ബയാ കോ കിസി പ്രകാർ കി ചിന്ത ന ഹോ. ജിമ്മേദാരി എന്ന് വെച്ചാൽ ഉത്തരവാദിത്തം. ഓക്കെ, ചിന്ത എന്ന് വെച്ചാൽ വിഷമം, ഉഡ്നെ ലായക് എന്ന് വെച്ചാൽ പറക്കാനാവുക. ഓക്കെ, ദേഖ്ഭാൽ എന്ന് വെച്ചാൽ പരിപാലനം. അപ്പോൾ ആറ്റക്കുരുവി ഒന്നിലും വിഷമിക്കാതിരിക്കാൻ അവർ ഓരോരുത്തരായി ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്നാണ് പറയുന്നത്. അടുത്തത്, പർ നിക്ലേങ്കെ ഉഡ് ജായെങ്കെ മേ കിസ്കി സൂചന ഹെ. ചിറക് വരും പറന്നു പോകും എന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? इसका तात्पर्य ये है कि बया के बच्चे जब बड़े होकर अपने पंखों से उड़ने लायक हो जाएंगे तो वे घोंसला छोड़कर स्वतंत्र होकर उड़ने लगेंगे.
ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആറ്റക്കുരുവിയുടെ കുഞ്ഞുങ്ങൾ വളർന്ന് സ്വന്തം ചിറകുകൾ, പങ്ക് എന്ന് വെച്ചാൽ എന്താണ്, വിങ്സ് അഥവാ ചിറകുകൾ, അല്ലെങ്കിൽ ഇവിടെ ടെക്സ്റ്റിൽ പർ എന്നാണ് എഴുതിയിട്ടുള്ളത്, നമുക്ക് പർ എന്നും ഇവിടെ എഴുതാം. പങ്കോൻ സെ ഉഡ്നെ ലായക് ഹോ ജായെങ്കെ, അവർ സ്വന്തം ചിറകുകൾ കൊണ്ട് പറക്കാൻ പ്രാപ്തരാകുമ്പോൾ तो वे घोंसला छोड़कर അവർ പക്ഷിക്കൂട് വിട്ട് സ്വതന്ത്ര ഹോക്കർ ഉഡ്നെ ലഗേങ്കെ, സ്വതന്ത്രമായി പറക്കാൻ തുടങ്ങും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കവിത സെ അപ്നി മൻപസന്ദ് പങ്ക്തിയാൻ ചുൻകർ ലിഖെ, നിങ്ങൾക്ക് ഈ കവിതയിൽ ഇഷ്ടപ്പെട്ട പങ്ക്തികൾ എടുത്തെഴുതാനാണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങൾ എഴുതുമല്ലോ. निम्नलिखित आशय वाली पंक्तियाँ चुनें. चिड़िया दूर न जाए इसके लिए आंगन में दाना पानी भर देंगे. നമ്മുടെ പക്ഷി പറന്ന് ദൂരെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മുറ്റം നിറയെ ധാന്യങ്ങളും വെള്ളവും നിറച്ച് വയ്ക്കാം എന്ന ഉദ്ദേശം ഏത് പങ്ക്തിയിലാണ് പറഞ്ഞിരിക്കുന്നത്? ഇതിലാണല്ലേ. തുജ്കോ ദൂർ ന ജാനെ ദേങ്കെ ദാനോൻ സെ ആംഗൻ ഭർ ദേങ്കെ और हौज में भर देंगे हम मीठा मीठा ठंडा पानी. ഇതിൻ്റെ അർത്ഥം അറിയാനായിട്ട് നിങ്ങൾ എന്തായാലും പോയം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന വീഡിയോ കാണുക. ബച്ചെ ബയാ ബൻകർ ഉഡ് ജായേ तो हम മാതാ ചിടിയ കെ പാസ് രഹേങ്കെ. പക്ഷി കുഞ്ഞുങ്ങൾ ആറ്റക്കുരുവികളായിട്ട് വലുതായിട്ട് പറന്നു പോകുമ്പോൾ നമ്മൾ അമ്മ പക്ഷിയുടെ അടുത്ത് തന്നെ നിൽക്കും എന്ന് സൂചിപ്പിക്കുന്ന പങ്ക്തി ഏതാണ്? ഫിർ ജബ് ഉൻകെ പർ നിക്കലേങ്കെ ഉഡ് ജായേങ്കെ ബയാ ബനേങ്കെ തബ് ഹം തബ് തേരെ പാസ് രഹേങ്കെ തൂ മത് റോന ചിടിയാ റാണി. അതാണല്ലേ ഈ ഒരു പങ്ക്തിയാണ് ഈ ഒരു അർത്ഥം സൂചിപ്പിക്കുന്നത്. സമാൻ അർത്ഥ വാലി ശബ്ദ കവിത സെ ചുനെ താലിക ഭരെ. അപ്പോൾ ചോദ്യത്തിൽ ഹർ പക്ഷി കാ അപ്നാ രഹൻ സഹൻ ഹെ, പക്ഷിക്ക് പകരം ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിച്ച എന്താ? ഹർ ചിടിയ അല്ലേ. അടുത്തത് എന്താ? ജൽ ജീവൻ കാ ആധാർ ഹെ. ജൽ എന്ന് വെച്ചാൽ എന്താ? വെള്ളം. വെള്ളം വേറെ വേർഡാണ് പാനി. അപ്പോൾ പാനി ജീവൻ കാ ആധാർ ഹെ എന്ന് വേണം എഴുതാൻ. പങ്ക് കെ ഭിന ഉഡ്ന അസംഭവ് ഹെ. ചിറകില്ലാണ്ട് പറക്കുന്നത് അസംഭവമാണ്. പങ്ക് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെയും പറഞ്ഞു ചിറകാണ്. ചിറകിന് പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് പർ എന്നാണ്. പേട് കെ സബ്സെ ഊഞ്ചി ടെഹനി പത്ലി ഹെ. മരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ബ്രാഞ്ച്, ചില്ല മെലിഞ്ഞതാണ്. ടെഹനിക്ക് പകരം ടെക്സ്റ്റ് ബുക്കിൽ ഡാലി, പോയത്തിൽ ഡാലി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. ये संकेत पढ़े और जीवों को जीने दो विषय पर टिप्पणी लिखे. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് വായിച്ചിട്ട് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. ചാര തലാഷ്നെ കെ ലിയെ പ്രാണിയോ കാ അപ്നാ തൗർ തരീക്ക ഹോത്താ ഹെ. ഭക്ഷണം ശേഖരിക്കാനും കണ്ടുപിടിക്കാനും ഓരോ ജീവിക്കും അതിൻ്റെതായ രീതികളുണ്ട്. പ്രാണി അപ്നി ബച്ചോ കി നിഗറാനി ഖുദ് കർ സക്താ ഹെ. ഒരു ജീവി അതിൻ്റെ കുട്ടികളുടെ പരിപാലനം ഒറ്റയ്ക്ക് ചെയ്യും, അതിന് ചെയ്യാൻ സാധിക്കും. പങ്ക് നിക്കൽനെ പർ ഉഡ് ജാന ചിടിയോ കാ സഹജ് വൃത്തി ഹെ. ചിറക് വരുമ്പോൾ പറന്ന് പോകുന്നത് സാധാരണയായിട്ടുള്ള സ്വഭാവമാണ് പക്ഷികളുടെ. ഖത്രെ മേ മദത് കരെ. കഷ്ടപ്പാടുണ്ടാവുമ്പോൾ അവരെ സഹായിക്കാം. സൂഖേ മേ പാനി ദേ. അതായത് വരൾച്ചയുടെ കാലത്ത് അവർക്ക് വെള്ളം കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ടിപ്പണി എഴുതാം. ജീവോ കോ ജീനെ ദേന ബഹുത് ജറൂരി ഹെ. ജീവജാലങ്ങളെ ജീവിക്കാൻ അനുവദിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ഹർ ജീവ് കാ ഇസ് ധർത്തി പർ അപ്നാ കാം ഹോത്താ ഹെ. ഈ ഭൂമിയിൽ ഓരോ ജീവജാലത്തിനും അതിൻ്റേതായ ജോലിയുണ്ട്. ഹമേ ഉൻകി മദത് കർണി ചാഹിയെ താക്കി വേ അപ്നി ജിന്ദഗി ഠീക് സേ ജീ സക്കെ. നമ്മൾ അവരെ സഹായിക്കണം അല്ലേ? എന്തിന്? അവർക്ക് അവരുടെ ജീവിതം നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ സഹായിക്കണം. ജാൻവർ അപ്നാ ഖാന ഖോജ്നെ കെ ലിയെ അലഗ് അലഗ് തരീക്കെ അപ്നാത്തെ ഹെ. മൃഗങ്ങൾ അല്ലെങ്കിൽ ഓരോ ജീവിയും തൻ്റെ ഭക്ഷണം കണ്ടെത്താനായിട്ട് അലഗ് അലഗ് തരീക്കെ, വ്യത്യസ്ത രീതികൾ ആണ് ഉപയോഗിക്കുന്നത്. വേ അപ്നെ ബച്ചോ കി ദേഖ്ഭാൽ ഖുദ് കർത്തെ ഹെ. അവരുടെ കുട്ടികളെ അവർ സ്വയം പരിപാലിക്കുന്നു. ജബ് പക്ഷിയോ കെ പങ്ക് നിക്കൽ ആത്തെ ഹെ തോ വേ ഉഡ് ജാത്തെ ഹെ.
പക്ഷികൾക്ക് ചിറക് വരുമ്പോൾ അവർ പറന്നു പോകുന്നു. യേ ഉൻകി പ്രാകൃതിക് ആദത് ഹെ, ഇതവരുടെ സ്വാഭാവിക ശീലമാണ്. അഗർ കോയി ജീവ് മുഷ്കിൽ മേ ഹോ തോ ഹമേ ഉസ്കി മദത് കർണി ചാഹിയെ, ഏതെങ്കിലും ജീവി വിഷമത്തിലായാൽ നമ്മൾ അവരെ സഹായിക്കണം. മുഷ്കിൽ എന്ന് വെച്ചാൽ വിഷമം. सूखे के समय हमें उनके लिए पानी रखना चाहिए ताकि वे प्यासे न रहे, വരൾച്ചയുടെ കാലത്ത് അവർക്ക് ദാഹിക്കാതിരിക്കാൻ നാം വെള്ളം സൂക്ഷിക്കണം. ഇസ് തരഹ്, ഇതുപോലെ നമ്മൾ ജീവോं को जीने दो का संदेश अपना सकते हैं, ഈ ഒരു സന്ദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. यहाँ अंधा व्यक्ति सड़क पार करने की कोशिश कर रहा है, लिखे चित्र में क्या क्या हो रहा है. ഒരു അന്ധനായ വ്യക്തി റോഡ് കടക്കാൻ, സടക് പാർ കർണ എന്ന് വെച്ചാൽ റോഡ് മുറിച്ച് കിടക്കാൻ ശ്രമിക്കുകയാണ്. ചിത്രത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കി എഴുതാം. ഒന്നാമത്തേൽ എന്താ നടക്കുന്നത്? ഒരു അന്ധനായ വ്യക്തി റോഡ് മുറിച്ച് കിടക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ എഴുതുക? ഏക് അന്ധ വ്യക്തി സടക് പർ ചലനെ കി കോഷിഷ് കർ രഹാ ഹെ, അല്ലെങ്കിൽ എന്തെഴുതാം? एक अंधा व्यक्ति सड़क पार करने की कोशिश कर रहा है. ഫസ്റ്റ് നമുക്ക് ഇത് തന്നെ എഴുതാം. ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടെ? ഒരു അന്ധനായ വ്യക്തി റോഡിലൂടെ നടക്കാൻ ശ്രമിക്കുകയാണ്, റോഡ് മുറിച്ച് കിടക്കാൻ ശ്രമിക്കുകയാണ്. ദോ ബच्चे उस अंधे व्यक्ति की मदद करने के लिए खड़े हैं. രണ്ട് കുട്ടികൾ ഈ അന്ധനായ വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. അടുത്ത നാലാമത്തെ ചിത്രത്തിൽ എന്താ കാണാൻ പറ്റുക? ഈ കുട്ടികൾ ഈ വ്യക്തിയെ സഹായിക്കുകയാണല്ലേ. ബच्चे उनकी सड़क पार करने में मदद करते हैं. കുട്ടികൾ ഇയാളെ റോഡ് മുറിച്ച് കിടക്കാൻ സഹായിക്കുന്നു. അവസാനം എന്തായിരിക്കും? ഇയാൾ കുട്ടികളോട് നന്ദി പറയുന്ന ചിത്രമാണ്. അന്ധാ വ്യക്തി ഉൻകി മദദ് കെ ലിയെ ഉൻഹെ ധന്യവാദ് കെഹ്താ ഹെ. അന്ധാ വ്യക്തി എന്താ? അന്ധനായ വ്യക്തി അവരുടെ സഹായത്തിന് നന്ദി പറയുകയാണ്. ധന്യവാദ് എന്ന് വെച്ചാൽ നന്ദി പറയുക. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ആക്ടിവിറ്റീസായിട്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.